ഹായ്, ഇന്ന് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബുക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എൻ മോഹൻ്റെ ഒരിക്കൽ എന്ന് പറയുന്ന ബുക്ക്. ആ ബുക്ക് എല്ലാവരും വായിച്ചിരിക്കാൻ വായന ഇഷ്ടമുള്ള എല്ലാവരും അത് വായിച്ചിരിക്കണം. നല്ല ഒരു ബുക്കാണ്. നമ്മളുടെ ജീവിതത്തിലെല്ലാം ഒരിക്കൽ എന്നൊരു കഥയുണ്ടാവും. മിക്ക ആൾക്കാരുടെയും ജീവിതത്തിലുണ്ടാവും. ഇനി ഉണ്ടാവാതിരിക്കാൻ സാധ്യത കുറവാണ് എല്ലാവരുടെയും. ഏതായാലും ആ കഥ വായിച്ചിരിക്കണം. നല്ലൊരു കഥയാണ്. എൻ മോഹനൻ്റെ കഥയാണ്. അതെ, മാധവിക്കുട്ടിയമ്മയുടെ അനുജനോ ചേട്ടനോ സഹോദരനാണ് ആ കഥ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരിക്കൽ വായിക്കുക. ഇനി ഞാൻ നിങ്ങളെ വേറെ ഒരു കഥ കൂടി പരിചയപ്പെടുത്താം. നിലം പൂത്തു മലർന്ന നാൾ. മനോജ് കുറൂറിൻ്റെ ഒരു നോവലാണ്. കാടിനെയും മലകളെയും ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വായിക്കാൻ പറ്റിയ ഒരു നോവലാണ് ഈ കഥ. ഇതിലെ പണ്ട് കാലങ്ങളിൽ രാജസദസ്സിലും മറ്റും പാട്ടുപാടി ഉപജീവനം മാർഗം നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ് നിലംപൂത്ത് മലർന്ന നാൾ. ഞാനിപ്പോൾ പറഞ്ഞതോർത്ത് നിങ്ങൾ കാട്ടിലൂടെയും മേട്ടിലൂടെയും മാത്രം നടക്കുക എന്നൊന്നും വിചാരിക്കരുത്. പാട്ടുപാടി നടക്കുക എന്ന് മാത്രം വിചാരിക്കരുത്. ഇതിനകത്ത് ചതിയുണ്ട്, പ്രണയമുണ്ട്, യുദ്ധങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സംഘർഷഭരിതമായ ഒരു കഥ തന്നെയാണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കഥ തന്നെയാണ്. പിന്നെ കുറച്ച് തമിഴ് ചായവും കൂടിയുണ്ട്. അപ്പോൾ അത് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും, മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നല്ലൊരു കഥയാണ്. എന്തായാലും കാടും മേടുകളും പുഴകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വായിച്ചിരിക്കാൻ പറ്റിയൊരു കഥ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും കഥ വായിച്ചിട്ട് വീണ്ടും വരാം. ബൈ.